അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. ഇഖാലുൽ ഹിമം ഫി ശർഹിൽ ഹികം. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തസവ്വുഫിൻ്റെ വ്യത്യസ്തമായ നിർവചനങ്ങളാണ്. അദ്കിയായിൽ മഹാനവർകൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. തസവ്വുഫ് അദബാണ്. അവിടെ നമ്മൾ ചെറിയൊരു വിശദീകരണം അനിവാര്യമാണ്. ചില ആളുകൾ അങ്ങനെ അദ്കിയ വായിച്ചിട്ട് തസവ്വുഫിന് ആ ഒരു നിർവചനമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞു, ഇനിയും നിരവധി നിർവചനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഈ കിതാബിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശേഷം പറയുന്നുണ്ട് വഖദ് ഹുദ്ദ തസവ്വുഫു വറുസിമ വഫുസ്സിറ ബിവുജൂഹിൻ തബ്ലുഗു നഹ്വൽ അൽഫൈൻ. ഇഖാദിൽ തന്നെ വരുന്നുണ്ട്. 2000-ഓളം വരുന്ന നിർവചനങ്ങൾ, ഡെഫിനിഷൻ തസവ്വുഫിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ആ നിർവചനം പറയുന്ന സമയത്ത് അവർ എത്തിയ സ്റ്റേജിൽ നിന്നുകൊണ്ടുള്ള നിർവചനങ്ങളാണ്. എന്നതുപോലെ മഹാനവറുകൾ തസവ്വുഫിനിക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തൻ്റെ അദ്കിയായിൽ, ഹിദായത്തുൽ അദ്കിയായിൽ ഒരു തസവ്വുഫിനൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനം എല്ലാറ്റിനും പറ്റുന്നതാണ്. മഹാനായ ഇമാം അബൂ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് ഇഖാദിൽ തന്നെ കാണാം. അത്തസവ്വുഫു കുല്ലുഹു ആദാബുൻ. തസവ്വുഫ് മുഴുവനും അദബുകളാണ്. ലികുല്ലി വഖത്തിൻ ആദാബുൻ. ഓരോരോ സമയത്തിനും അദബുകളുണ്ട്, മര്യാദകളുണ്ട്. വലിക്കുല്ലി ഹാലിൻ ആദാബുൻ. ഓരോരോ അവസ്ഥക്ക് അദബുണ്ട്. വലിക്കുല്ലി മഖാമിൻ ആദാബ്. ഓരോരോ പൊസിഷനിക്കും അദബുകളുണ്ട്. ഹാലും മഖാമും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഹാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പോകും, മറിഞ്ഞുകൊണ്ടിരിക്കും. മഖാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൽ സ്ഥിരമാകുമ്പോഴാണ് ഹാല് മഖാമായി മാറുന്നത്. അപ്പോൾ ഓരോരോ മഖാമിനും അദബുണ്ട്. ഈ അദബുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. തസവ്വുഫ് മുഴുവനും അദബാണ്. പക്ഷേ നമുക്കറിയുന്ന ഒരു അദബ് മാത്രമേ തസവ്വുഫിൻ്റെ അദബായിട്ട് നമ്മൾ പലരും പരിഗണിക്കുന്നുള്ളൂ. ഫമൻ ലസിമൽ അദബ ബലഗ മബ്ലഗ റിജാൽ എന്നാണ് ഈ ഖാദിൽ പറയുന്നത്. ഈ ഖാദിൽ അബൂ ഹഫ്സിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദബിനെ പാലിച്ചാൽ, ഓരോരോ മഖാമിലും പാലിക്കേണ്ട അദബ് പാലിച്ചാൽ അവൻ ആരിഫീങ്ങളുടെ പൊസിഷനിലെത്തും. ഒമൻ ഹുരിമൽ അദബു ഫഹുവ ബഈദുൻ മിൻ ഹൈസു യളുന്നുൽ ഖുർബ് മർദൂദും മിൻ ഹൈസു യളുന്നുൽ ഖബൂൽ. അദബില്ലാത്തവൻ അവൻ സമീപത്തിലാണെന്ന് കരുതുമ്പോഴും അകലത്തിലാണ്, സ്വീകാര്യനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും അവൻ ആട്ടപ്പെട്ടവനാണ്. ഇഖാദിൻ്റെ ഹിബാറത്താണ്. അപ്പം തസവ്വുഫ് അദബാണ്. ഓരോരോ മഖാമിനിക്ക് അദബുണ്ട്, ഓരോരോ ഹാലിനിക്ക് അദബുണ്ട്, ഓരോരോ വഖത്തിനിക്ക് ഒരു അദബുണ്ട്. ഈ അദബ് മഹാനായ മനാസിലുസ് സായിരീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബൂ ഇസ്മായിൽ അബ്ദുല്ലാഹിൽ ഹറവി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മനാസിലുസ് സായിരീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദബിൻ്റെ
മര്യാദകളും അദബിൻ്റെ പൊസിഷനുകളും 3 ദറജകളാണ് മഹാനവറുകൾ അതിൽ വിശദീകരിക്കുന്നത്. വഹുവ അലാ സലാസി ദറജാത്തിൻ, 3 ദറജകളുണ്ട്. അതിൽ 3ാമത്തെ ഒരു ദറജയാണ് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നത്. അങ്ങനെയും ഒരു അദബുണ്ട്. മറ്റുള്ള അദബുകളൊക്കെ ഒരു പക്ഷേ നമുക്കൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ ആ ദറജകളിലേക്ക് പോകുന്നില്ല. 3ാമത്തെ ദറജ എന്ന് പറയുന്നത് മഅരിഫത്തുൽ അദബി, അദബിനെ അറിയാം. അദബ് 3 ദറജകളിലുമുള്ള അദബ് ഓൻ അറിയാമെന്നാണ് പറഞ്ഞത്. സുമ്മൽ ഫനാഉ അനി തഅദ്ദുബി ബിതഅദീബിൽ ഹഖ്, ഹക്കിൻ്റെ അദബ് പഠിപ്പിക്കൽ കൊണ്ട് അവൻ അദബുള്ളവനായി മാറുക എന്ന് പറഞ്ഞു കൊടുത്ത അതിൻ്റെ ഷർഹിൽ മഹാനായ അഫീഫുദ്ദീനു തിൽമസാനിയും മഹാനായ ഹാഫിള് മുനാവിയും അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് അൻ യഗ്ലിബ അലൈഹി ശുഹൂദു മൻ അഖാമഹു ഫിൽ അദബി, ഇവനെ അദബിൽ ആരാണോ നിർത്തിയത് അവനെ കാണുക. അത് അല്ലാഹു ആണല്ലോ, വഹുവൽ ഹഖു തആല. അപ്പം അദബ് വാസ്തവത്തിൽ തൻ്റെ പ്രവൃത്തിയല്ലാതെ ഹക്കിൻ്റെ പ്രവൃത്തിയായി മാറുന്ന ഒരവസ്ഥ. സ്വയം കാണലിനെ തൊട്ട് തന്നെ കാണുന്നതിൽ നിന്ന് മാറുന്ന അവസ്ഥ. അതാണ് ഫദാലിക ഹുവൽ ഫനാഉ അനി തഅദ്ദുബി ബിതഅദീബിൽ ഹഖ്. ഹക്ക് അദബ് പഠിപ്പിക്കൽ കൊണ്ട് അദബുള്ളവനായി മാറുന്നതിൽ നിന്ന് ഫനാ ആവുക, അങ്ങനത്തെ ഒരവസ്ഥ. സുമ്മൽ ഖലാസു മിൻ ശുഹൂദി അഅദാഇൽ അദബി, അദബിൻ്റെ ഭാരം വഹിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ താനില്ലാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ തന്നിലൂടെ എന്തെല്ലാം ദർശിക്കുന്നുവോ പ്രകടമാകുന്നുവോ അതാണ് അദബ്. ഓരോരോ സമയത്തും അല്ലാഹു തആല പ്രവർത്തിക്കുന്നത് അതാണ് അദബ്. അങ്ങനത്തെ ഒരു അദബുണ്ട്. അപ്പം താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നതുകൊണ്ട് താനില്ലാതാവില്ല. താനില്ല എന്ന് ആർക്കും ചിന്തിക്കാം, അതുകൊണ്ട് താനില്ലാതാവുന്നില്ല. അതൊരു മഖാമായി മാറണം. താനില്ല എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത, ചിന്തിക്കുമ്പോഴും താൻ അവിടെ ഉണ്ട്. അപ്പം താൻ ഇല്ല എന്ന ചിന്ത പോലും ഇല്ലാത്ത ഒരവസ്ഥയാണത്. ആ ഒരവസ്ഥയിൽ അവനിലൂടെ പ്രകടമാകുന്നത് അദബാണ്. അവിടെ താൻ ഉണ്ടാകലാണ് യഥാർത്ഥത്തിൽ ആ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് അനാദരവും അദബില്ലാത്തവനുമാകൽ താനുള്ള മക്കാം ഇല്ല എന്ന മക്കാമിൽ താനുണ്ട് എന്ന സ്റ്റേജിലേക്ക് എത്തലാണ്. അതാണ് ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് പറയുന്നത്. അദബ് പാലിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ പൊസിഷനിലെത്തിയ ആളുകൾ, അപ്പം അതൊരു ഹസനാത്താണ്. ഏത്? അദബുള്ളവനാവുക എന്ന് പറയുന്നത് ഒരു ഹസനത്താണ്. പക്ഷെ അതിൻ്റെ താഴെയുള്ള സ്റ്റേജിലേക്ക് നോക്കുമ്പോഴാണ് അത് ഹസനാത്തായി മാറുന്നത്. എന്നാൽ മുഖറബീങ്ങളായ ആളുകളുടെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ താനില്ലാത്ത അവസ്ഥയിൽ നിന്ന് താനുണ്ട് എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് വാസ്തവത്തിൽ അതൊരു അപമര്യാദയാണ്. അതാണ് സയ്യിആത്തുൽ മുഖറബീൻ, മുഖറബീങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് മോശമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദബിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജുകളും അവസ്ഥകളും പൊസിഷനുകളുമുണ്ട്. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്, തസവ്വുഫ് മുഴുവനും അദബാണ്, അതിൽ തർക്കമില്ല. പക്ഷെ ഓരോരോ മക്കാമിനിക്ക്, ഓരോരോ ഹാലിനിക്ക്, ഓരോരോ വഖ്തിനിക്ക് അദബുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഖാലുൽ തന്നെ പറയുന്നു വഹുസ്നുൽ അദബി ഹുന, ഒരു പൊസിഷൻ പറഞ്ഞിട്ട് ഇവിടുത്തെ നല്ല അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹുവ ഇക്തിഫാഉക ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് നീ മതിയാക്കുക, നിൻ്റെ അറിവ് വെച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ എന്നാണല്ലോ.
അള്ളാഹുവാണ് അറിയുന്നത്, നിങ്ങളൊന്നും അറിയില്ല എന്നാണല്ലോ. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്നല്ലേ? അല്ല പോരെ, പിന്നെന്തിനാ നമ്മളായിട്ട് അതിൽ കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? അപ്പോൾ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വിദഗ്ധനായ ഒരു വക്കീലിനെ നമ്മൾ ഒരു കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാളതിന് മതിയായവനാണെന്നുള്ളതാണല്ലോ. പിന്നെ നമ്മളും അതിൻ്റെ പിറകെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അയാൾക്ക് അതിൻ്റെ വഴികളും അതിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാം. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് മതിയാക്കുക. നമ്മളെ ഇൽമു വെച്ചിട്ട് അളക്കാനും തൂക്കാനും കീക്കാനും ഒന്നും പോവണ്ട. അള്ളാഹു തആലാൻ്റെ വിധി കൊണ്ട് നീ തൃപ്തനാവുക, അത് ഖൈറൻ വശറൻ ആണെങ്കിലും. വഅ്തിമാദുക അലാ മഖ്താറഹു ലക, അള്ളാഹു നിനക്ക് എന്താണോ സെലക്ട് ചെയ്തത്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, രോഗമാണെങ്കിൽ രോഗം, ദാരിദ്ര്യമാണെങ്കിൽ അത്, സമ്പത്താണെങ്കിൽ അത്, അപമാനമാണെങ്കിൽ അത്, അതല്ല സ്ഥാനമാനങ്ങളാണെങ്കിൽ അത്, എന്താണോ അള്ളാഹു നിനക്ക് സെലക്ട് ചെയ്തത് അതിൻ്റെ മേലിൽ അവലംബിക്കുക. ദൂന മഖ്തർതഹു ലിനഫ്സിക, നീ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തത് അല്ല നീ എന്താകേണ്ടത്, എടുക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി പലതും സെലക്ട് ചെയ്യും. അങ്ങനെ പോയാൽ ഇങ്ങനാകും, അങ്ങനെ അധ്വാനിച്ചാൽ അങ്ങനാകും, ഇങ്ങനെ കുറേ കിതാബ് നോക്കിയാൽ അല്ലെങ്കിൽ തസവൂഫിൻ്റെ ഗ്രന്ഥം നോക്കിയാൽ ആനയാകും എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. അതല്ല വേണ്ടത്. എന്തേ കാരണം? ലിഖില്ലത്തി ഇൽമിക, നിൻ്റെ ഇൽമ് വിരളമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അപ്പോൾ അങ്ങനെയും ഒരു അദബുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദബ് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു സാമാന്യ ധാരണയിൽ നമ്മൾ എത്തണം. ഇങ്ങനെ വ്യത്യസ്തമായ തസവൂഫിൻ്റെ നിർവചനങ്ങൾ ഇഖാദിൻ്റെ പലയിടത്തും പറയുന്നുണ്ട്. അതിൽ കുറേ നിർവചനങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വരുന്ന സ്ഥലങ്ങളിലും പലയിടത്തും തസവൂഫിൻ്റെ നിർവചനങ്ങൾ പറയുന്നുണ്ട്. അത്തസവൂഫു ഹുവ ലബ്തുൽ അംഫാസ്, അതും ഇഖാദിൽ തന്നെ ഉള്ളതാണ്, ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളെ ക്ലിപ്തപ്പെടുത്തുക. വഹിഫുൽ ഹവാസ്, അവൻ്റെ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും സൂക്ഷിക്കുക. ബാഹ്യേന്ദ്രിയങ്ങളെ എന്തിൽ നിന്നെല്ലാം സൂക്ഷിക്കണോ അതുപോലെ ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട്, ചിന്തയുണ്ട്, ഭാവനുണ്ട്, പലതുമുണ്ട്, അതിനൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തസവൂഫിന് ഒത്തിരി നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ന തസവൂഫ കുല്ലഹു ലഹുവൽ അദബ് എന്നതിൻ്റെ ഒരു നിർവചനത്തിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇഖാദ് ബാക്കി തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി. വസ്സൂഫിയു സ്വാദിഖു, യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാമത്തുഹു അൻ യഫ്തഖിറ ബഅദൽ ഗിന, ഈ അടയാളം വെച്ചുകൊണ്ട് നമ്മൾ സൂഫികളെ തൂക്കരുത്. സൂഫികൾക്ക് ഈ അടയാളം ഉണ്ടായേക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ അലാമത്തൊരിക്കലും മുത്തരിതല്ല. ഒരാൾ സമ്പത്തിന് ശേഷം ദരിദ്രരായ ഒരുപാട് ആളുകളുണ്ടാവും, അവരൊക്കെ സൂഫിയാണെന്ന് അതിനർത്ഥമില്ല. സൂഫിയിൽ ഈ ഗിനക്ക് ശേഷം ഇഫ്തിഖാർ ഉണ്ടാകും. ഈ ഇഫ്തിഖാർ ലാഹിറായ ഇഫ്തിഖാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബാത്തിനായ ഇഫ്തിഖാറും ഒരു വലിയ ഇഫ്തിഖാറാണ്. ബാത്തിനായ ഇഫ്തിഖാർ പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ആ മഖാമിലെത്തുക, അതൊരു വലിയ ഇഫ്തിഖാറാണത്. ബഅദൽ ഗിന, നമുക്ക് ദാരിദ്ര്യം, സമ്പത്ത്, സമ്പന്നത എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി വരൽ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാതാവുകയാണ്. ഗിന ഉള്ളവന്, ഭൗതികമായ സാമ്പത്തിക സൗകര്യങ്ങളുള്ളവനും ആത്മീയമായി ഫക്കീറാകാം. എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലൻ്റെ മഖാമിൽ നിൽക്കുന്നവനാകാം. അപ്പം ഇഫ്തിഖാർ ആണ് ഗിനക്ക് ശേഷം. താനുണ്ട് എന്നത് വലിയ ഗിനയാണ്. താനുണ്ട്, തനിക്കുണ്ട് എന്ന ഭാവന അതൊരു വലിയ ഗിനയാണ്. അന എന്ന് പറയുന്നത്, അന്നിയത്ത് എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ്. അതിനുശേഷം താനില്ല.
അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെ പടച്ചതും നിങ്ങളുടെ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന മഖാമ്. വയദുല്ല ബഅദൽ ഇസ്സി, താൻ ഇസ്സ് എന്ന് പറയുന്ന യോഗ്യതയ്ക്ക് ശേഷം നിന്ദ്യതയുടെ അവസ്ഥയിലെത്തുക. നിന്ദ്യയുടെ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുമാകാം ആന്തരികമായിട്ടും. ആന്തരികമായ നിന്ദ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദ് എന്ന ഉബൂദിയത്ത് എന്ന മഖാമ് കൊണ്ട് മുത്തസിഫാകലാണ് ദില്ലത്ത് എന്ന് പറഞ്ഞത്. മറ്റത് ഹവ കൊണ്ട് മുത്തസിഫായി താൻ എന്ന് പറയുന്ന മഖാമിൽ നിൽക്കുമ്പം താനുണ്ട് തനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ഇസ്സിൻ്റെ മഖാമിലാണ്. പ്രസിദ്ധിക്ക് ശേഷം അപ്രസിദ്ധനാവുക, പ്രശസ്തിക്ക് ശേഷം അപ്രശസ്തനാവുക, ഇതൊക്കെ അലാമത്താണ്. ഈ അലാമത്തുള്ളവരൊക്കെ സൂഫി എന്നല്ല, ഇതില്ലാത്തവരും സൂഫി എന്നല്ല. സൂഫികളിൽ ചില സൂഫികളിൽ ഈ അടയാളങ്ങൾ കണ്ടുവരുന്നുണ്ട്. അലാമത്ത് മുത്തരിദല്ല എന്നുള്ളത് ജമുൽ ജവാമിയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ജമുൽ ജവാമിൻ്റെ ഷറഹിൽ ഇമാം മഹല്ലി പറഞ്ഞിട്ടുണ്ട്. ഓ അലാമത്തു സൂഫിയിൽ ഖാദിബി, കള്ള സൂഫിയുടെ അടയാളം യസ്തഗ്നിയ ബഅദൽ ഫഖ്രി, ദാരിദ്ര്യത്തിന് ശേഷം സമ്പന്നനാവുക. അത് ഭൗതികമാവാം, അതല്ലെങ്കിൽ ആത്മീയമാകാം, മുമ്പ് വിശദീകരിച്ചതുപോലെ. വയഉസ്സ ബഅദ ദില്ലി, നിന്ദ്യതയ്ക്ക് ശേഷം യോഗ്യനായി മാറുക. വയസ്തഹിറ ബഅദൽ ഖഫാ, അപ്രശസ്തനായതിനു ശേഷം പ്രശസ്തനാവുക. അപ്പോൾ ഒരു വലിയ ആരും അറിയാത്ത അവസ്ഥയിൽ നിന്ന് ഹക്ക് അവനെ പ്രശസ്തനാക്കിയാൽ അതൊന്നും ഇതിന് ബാധകല്ല. ഈ അടയാളവുമായി ചെന്നുകൊണ്ട് ഒരാരിഫിനെയും നമ്മൾ തൂക്കാൻ നടക്കരുത്. ഖാലഹു അബൂ ഹംസത്തുൽ ബഗ്ദാദി ഇത് പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഹസൻ ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹു പറയണ സൂഫിയു വാഹിദുൻ ഫിദ്ദാത്തി, അവൻ ഒന്നാണ്. ലാത്തിൽ വാഹിദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കെസറത്തിലേക്ക് നോട്ടല്ല, താനായി പലതും ഉണേരുന്ന മട്ട്, താനല്ലാതെ ഇല്ല എന്ന അവസ്ഥയിലെത്തുന്ന. ലാ യഖ്ബലുഹു അഹദുൻ, ഒരാളും അവനെ സ്വീകരിക്കൂല. വലാ യഖ്ബലു അഹദൻ, ഒരാളെയും അവൻ സ്വീകരിക്കൂല. ഒരാളും അവനെ സ്വീകരിക്കൂല. ഈ അടയാളവുമായിട്ട് വന്നുകാണ്ട് സൂഫികളായ ആളുകളെ എത്ര ആളുകളെ ആരെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അവരെടുത്തൊക്കെ ലാ യഖ്ബലുഹു അഹദുൻ എന്ന ആ ഒരു അലാമത്തേറ്റ് ചെല്ലാൻ പറ്റുമോ? സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യഖ്ബലുഹു അഹദുൻ, ഒരാളും അയാളെ സ്വീകരിക്കാത്തവനാണെന്ന് പറയാൻ പറ്റുമോ? അതിനർത്ഥം ലാ യഖ്ബലുഹു അഹദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കൂല എന്നല്ല. ഒരാളും അവൻ എന്താകാൻ കഴിയില്ല, അവൻ്റെ യഥാർത്ഥത്തിൽ അവനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വെക്കണം. അതല്ലെങ്കിൽ മിക്കവാറും ആളുകൾക്ക് അവൻ്റെ മേലിൽ ഇൻകാർ ഉണ്ടായേക്കാം. കാരണം അവൻ നിൽക്കുന്നത് വേറൊരു ലോകത്തും നാം നിൽക്കുന്നത് വേറൊരു ലോകത്തുമാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും? ഏതായാലും വലാ യഖ്ബലു അഹദൻ, ഒരാളെയും അയാൾ സ്വീകരിക്കുന്നില്ല. കാരണം അയാളുടെ മുന്നിൽ മറ്റൊന്നില്ല, താനല്ലാതെ വേറൊന്നില്ലാത്ത അവസ്ഥയിലേക്കാണ്. വക്കീല പറയപ്പെട്ടിരിക്കുന്ന സൂഫിയു കൽ അർളി, സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പോലെയാണ്. യുത്റഹു അലൈഹി കുല്ലു ഖബീഹിൻ, എല്ലാ വൃത്തികേടും ചവറ്റുകൂനകളും കൊണ്ടുപോയി ഇടപെടൽ ആ ഭൂമിയുടെ മേലാണല്ലോ. അങ്ങനെയാണ്. ന വലാ യഖ്റുജു മിൻഹു ഇല്ലാ കുല്ലു മലീഹിൻ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് നല്ലതായിരിക്കും. എന്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലും അതിനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനുമുള്ള ഒരു കഴിവ് ഭൂമിക്കുണ്ട്. അപ്പം ഭൂമി പോലെയാണ് സൂഫി. എന്ത് പറഞ്ഞാലും പ്രതികരിക്കാത്തവനാണ്. എന്നാൽ പ്രതികരിക്കുന്ന ഔലിയ ഇല്ലേ? ഉണ്ട്. അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ എന്ന് ഔസുല്ലാദം പറഞ്ഞില്ലേ? എൻ്റെ വാക്കിനെ പൊയ്യെന്ന് പറഞ്ഞാൽ സാവകാശം പോലും കൊടുക്കൂല, അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ സൂഫി ആയിരിക്കുമ്പോഴാണ്, സൂഫിയുടെ പ്രാഥമിക ഘട്ടത്തിലുള്ള സൂഫി എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് അങ്ങോട്ട് കയറി ഹക്കായി നിൽക്കുമ്പോൾ ഹക്കിൽ നിന്നുണ്ടാകുന്നത് മുഴുവനും നന്മയായിരിക്കും. ആ നന്മ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു പക്ഷേ നമുക്കതെന്തായിരിക്കും?
ദോഷമായിരിക്കും. പക്ഷേ വാസ്തവത്തിൽ അതിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ നന്മയിക്കാരം. എന്നിട്ട് പറയുന്നു യതഉഹുൽ ബർറു വൽ ഫാജിറു, തെമ്മാടിയും നല്ല ആളും ഭൂമിയെ ചവിട്ടി മെതിക്കുന്നു. ഇതാണ് സൂഫിയുടെ അവസ്ഥ. സൂഫി എല്ലാവരും കുതിര കയറും, എന്നാലും അയാളിൽ നിന്ന് നന്മേ വരുള്ളൂ. നന്മ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നന്മ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലായിക്കൊള്ളണം എന്നില്ല, നന്മേ വരുള്ളൂ, അതിൽ തർക്കമില്ല. വഖാലു, ആരിഫീങ്ങൾ പറഞ്ഞു, മിൻ അഖ്ബഹി കുല്ലി ഖബീഹിൻ സൂഫിയുൻ ഷഹീഹ്, പിശുക്കനായ സൂഫി വലിയ വൃത്തികെട്ടവനാണ്. എല്ലാ വൃത്തികെട്ടവനിലും പിശുക്കുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനുള്ളപ്പോഴല്ലേ പിശുക്കുണ്ടാവുള്ളൂ. താനില്ലാത്ത ഒരവസ്ഥയിൽ കാബിൽ ബാസിത്ത് എന്നുള്ള വിശേഷണം കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കാബിൽ ബാസിത്ത് എന്നതുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഷഹീഹ് എന്ന് പറയില്ല, പിശുക്കൻ എന്ന് പറയില്ല. താനുള്ള അവസ്ഥയിൽ പിശുക്ക് കാണിക്കൽ വാസ്തവത്തിൽ അതെന്ത് തന്നെയാണ്? വലിയ വൃത്തികേടാണ്. എന്നാൽ അള്ളാഹു തആലാൻ്റെ രണ്ട് വിശേഷണമുണ്ട്. അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് ആ വലിയിലൂടെ കൊടുക്കും, അല്ലാത്തവന് കൊടുക്കൂല. അത് അള്ളാഹുവിൻ്റെ ഖാബിദ് ബാസിത്ത് എന്ന വിശേഷണം കൊണ്ട് നിൽക്കുകയാണ്. വഖാല ശിബ്ലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സൂഫിയു മുൻഖതിഉൻ അനിൽ ഖൽഖി, സൂഫി സൃഷ്ടികളെ തന്നെ കാണുന്നില്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ താൻ അടക്കമുള്ള സൃഷ്ടിയാണ്, താനും ഒരു സൃഷ്ടിയാണല്ലോ. മുത്തസിലും ബിൽ ഹഖി, ഹക്കുമായി ചേർന്നവനാണ്. ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായ ചേരൽ എന്ന് വെക്കരുത്, അത് ഹുലൂൽ ഇത്തിഹാദിലേക്ക് എത്തിക്കും. മുത്തസിലും ബിൽ ഹഖ് ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞില്ല വസ്തനഅതുക ലിനഫ്സി, നിന്നെ ഞാൻ താങ്കളെ ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ഹക്കിനെ കൊണ്ട് നിൽക്കുന്നവനാണ് യഥാർത്ഥ സൂഫി. അപ്പം ചുരുക്കി പറഞ്ഞാൽ തസവൂഫിൻ്റെ ചില നിർവചനങ്ങൾ ഇവിടെ പറഞ്ഞു. ബാക്കി നിർവചനങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. സുമ്മ ഖാല ഐളൻ, വീണ്ടും മഹാനവറുകൾ പറയാണ്, അസ്സൂഫിയത്തു അത്ഫാലും ഫി ഹജ്രിൽ ഹഖ്, സൂഫിയാക്കൾ എന്ന് പറഞ്ഞത് ഹക്കിൻ്റെ മടിയിലെ പിള്ളേരാണ്. എന്ന് പറഞ്ഞാൽ ആ സന്നിധിയിലാണ് അവർ സദാ ഉള്ളത്. വക്കീല പറയപ്പെട്ടിരിക്കുന്നു സൂഫിയു, തസവൂഫ് ഉൾക്കൊണ്ട വ്യക്തിയെക്കുറിച്ചാണ് സൂഫി എന്ന് പറയാം. അപ്പം ആരിഫിനെ കുറിച്ചും തസവൂഫിനെ കുറിച്ചും ആരാണ് തസവൂഫിൻ്റെ നിർവചനം പറഞ്ഞു, ആ നിർവചനത്തിൽ തന്നെ സൂഫിയുടെ നിർവചനം കടന്നു വന്നിട്ടുണ്ട്. അപ്പം തസവൂഫ് ഉൾക്കൊണ്ട സൂഫി ആരാണ്? അത് കേവലം ഒരു വിജ്ഞാനം എന്ന നിലക്കുള്ള നിർവചനമല്ല പലയിടത്തും കാണുന്നത്. വക്കീല, സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ തഖില്ലുഹുൽ അർളു വലാ തുളില്ലുഹു സമാ, ഭൂമി വഹിക്കാത്തവനും ആകാശം തണലിടാത്തവനുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമിയിൽ ഒതുങ്ങാത്തവനാണ്. അതാണ് പറഞ്ഞത് യഅനി ലാ യഹ്സുറുഹുൽ കൗനു, പ്രപഞ്ചം അവൻ എന്തല്ല, അതിൽ പരിമിതപ്പെടുത്തുന്നതല്ല, പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് അവൻ കടന്നു ചെല്ലുന്നവനാണ്. കാരണം മാ വസിഅനി സമായി വലാ അർളി, അള്ളാഹു പറയുന്നു ആകാശവും ഭൂമിയും എനിക്ക് വിശാലമല്ല, വലാകിൻ വസിഅനി ഖൽബു അബ്ദിയൽ മുഅ്മിൻ, മുഅ്മിനായ അടിമയുടെ ഹൃദയം എനിക്ക് വിശാലമാണ്. അവൻ്റെ വിശാലമായ ഹൃദയത്തിൽ ഈ അർശും ഇതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു കടുക് മണിയെപ്പോലെ ഉണ്ടാവുള്ളൂ എന്നാണ്. അതിനേക്കാളും ചെറുതായിരിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായിട്ട് കാണാം. അതാണ് അവൻ വിശാലനാണ്, ആത്മീയമായ വിശാലതയാണ്. ശാരീരികമായി നോക്കിയാൽ നമ്മളൊക്കെ മാതിരി തന്നെ കാണുള്ളൂ. അപ്പോൾ മഹാനായ സറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വഖദ് ഹുദ്ദത് തസവ്വുഫു വറുസിമ വഫുസ്സിറ ബിവുജൂഹിൻ തബ്ലു നഹ്വൽ 2000, 2000-ഓളം വരുന്ന നിർവചനങ്ങളും ഡെഫിനിഷനുകളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട് തസവ്വുഫിനിക്ക്. തർജിഉ കുല്ലുഹാ ലിസ്ദിഖി തവജ്ജുഹി ഇലല്ലാഹി തആല, ഇതിൻ്റെ ഒക്കെ പരമമായി കിടക്കുന്ന, അതിൻ്റെ മുഴുവനും വ്യത്യസ്തമായ പ്രയോഗങ്ങളാണെങ്കിലും അതിൻ്റെ ഒക്കെ അന്തർലീനമായി കിടക്കുന്നത്
ആത്മാർത്ഥമായി ഒരു ലക്ഷ്യവും ഇല്ലാതെ ഹക്കിലേക്ക് ആത്മാർത്ഥനായി മുന്നിടുക എന്നാണ്. വഇന്നമാ ഹിയ വുജൂഹും ഫീഹി. സറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതൊക്കെ ഈ തസവ്വുഫിലുള്ള വ്യത്യസ്തമായ വശങ്ങളാണ്, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള വീക്ഷണങ്ങളാണ് ഈ 2000-ഓളം വരുന്ന നിർവചനങ്ങൾ. ഇത് അഹ്മദ് സറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്നിൻ്റെ അൽ ഫുതൂഹാത്തുർ റഹ്മാനിയ ഫീ ഹില്ലി അൽഫാദിൽ ഹികമിൽ അതാഇയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അഹ്മദ് സറൂഖ് ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് സറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഇഖാലിൽ ഉദ്ധരിച്ചിട്ടും ഉണ്ട്. ഇഖാലിൽ മിക്കവാറും മവാഹിബാണ് എങ്കിലും ആവശ്യമായ സ്ഥലങ്ങളിൽ ചില ഇബാറത്തുകൾ പൂർവികരായ മഹത്തുക്കളുടെ കലാമെടുത്ത് ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പോൾ ഷെയ്ഖുൽ അക്ബർ തങ്ങൾ പറയാണ്, അസ്ഹാബുൽ അദ്വാഖി അലാ ത്വരീഖിൻ വാഹിദ. സൂഫികൾ മുഴുവനും ഒരു മാർഗത്തിൻ്റെ മേലാണ്, പക്ഷേ അവർ വ്യത്യസ്തമായ പൊസിഷനുകളിലും വ്യത്യസ്തമായ അവസ്ഥകളിലുമുള്ള ലാ യശുക്കു ലാ ശക്ക, സംശയമില്ല, വൈറ അന്ന ഫീഹിമുൽ ബസീർ വൽ അഅ്മാ. അവരിൽ കാഴ്ചയുള്ളവനുണ്ട്, അന്ധനുണ്ട്, കാഴ്ച കുറഞ്ഞവനുണ്ട്. ഫലാ യഖൂലു വാഹിദും മിൻഹും ഇല്ലാ മാ അഅതാഹു ഹാലുഹു. ഓരോരുത്തരും ആ തസവ്വുഫിൽ പറയുന്നത് അവൻ്റെ അവസ്ഥ നൽകിയതാണ്. ലാ മാ അഅതാഹു ത്വരീഖു വലാ മാ ഹുവ ത്വരീഖ് അലൈഹി ഫീ നഫ്സ്. യഥാർത്ഥത്തിൽ ത്വരീഖല്ല അവർ വിശദീകരിക്കുന്നത്, മറിച്ച് അവർ ആ ത്വരീഖിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെത്തിയതാണ് വിശദീകരിക്കുന്നത്. ഇത് ഫുതുഹാത്തിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ നിർവചനങ്ങളൊക്കെ പോകുന്നത് ഓരോരുത്തരും എത്തിയ അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള നിർവചനമാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇബാറാത്തുനാ ശത്ത വഹുസ്നുക വാഹിദുൻ വകുല്ലുൻ ഇലാ ദാക്കൽ ജമാലി യുഷീർ. പ്രയോഗങ്ങൾ പലതാണെങ്കിലും എല്ലാം സൂചിപ്പിക്കുന്നത് ആ സൗന്ദര്യത്തിലേക്കാണ്. പല പ്രയോഗങ്ങൾ വന്നു എന്ന് മാത്രം. വാസ്തവത്തിൽ തസവ്വുഫ് പല രൂപത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിർവചനങ്ങളുടെയൊക്കെ പാരമ്യത അല്ലെങ്കിൽ അതിൻ്റെ പരമമായി അതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത് സിദ്ഖു തവജ്ജുഹി ഇലല്ലാഹി തആല, ആത്മാർത്ഥമായി അള്ളാഹുവിന് ലക്ഷ്യം വെക്കുക, അവനിലേക്ക് മുന്നിടുക. സ്വർഗല്ല, നരകല്ല, ലക്ഷ്യമായിട്ടില്ല എന്നേ ഉള്ളൂ. സ്വർഗല്ല, നരകല്ല എന്നല്ല, സ്വർഗവും നരകവും ലക്ഷ്യമല്ല, ഹക്കാണ് ലക്ഷ്യം. അത് ഓരോരോ തലങ്ങളിലെത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്, ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ ആരിഫീങ്ങളുടെ മദദ് നമുക്ക് അള്ളാഹു നൽകി ആദരിക്കട്ടെ, ഔദാര്യമായി നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ.